റഷ്യ യുക്രൈൻ യുദ്ധം അതിന്റെ തീവ്രതയിൽ തുടരുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫ് ഭീഷണികൾ ആഗോള രാഷ്ട്രീയത്തിൽ പുതിയൊരു സംഘർഷത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. 50 ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ റഷ്യയ്ക്ക് മേൽ 100% വരെ താരിഫുകൾ ചുമത്തുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അവഗണിച്ചത് അമേരിക്കയുടെ ലോക പോലീസ് എന്ന അഹങ്കാരമുള്ള പ്രതിച്ഛായയ്ക്ക് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. ട്രംപിന്റെ മുന്നറിയിപ്പിനോട് റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സെർജി റിയാബ്കോവ് അതിരൂക്ഷമായിട്ടാണ് പ്രതികരിച്ചത്. ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ള ഏതൊരു ശ്രമവും, പ്രത്യേകിച്ചും അന്ത്യശാസനങ്ങൾ, അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നും അദ്ദേഹം തുറന്നടിച്ചു. അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങളെ അംഗീകരിക്കാൻ റഷ്യ തയ്യാറല്ലെന്ന് ഈ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. സമാധാന ദൂതനായി സ്വയം അവരോധിച്ച് രംഗപ്രവേശനം ചെയ്ത ട്രംപിന് സമാധാനമുണ്ടാക്കാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, സംഘർഷങ്ങൾ ഒന്നുകൂടെ ആളിക്കത്തിക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. നയതന്ത്ര തലത്തിൽ റഷ്യയെ ചർച്ചാമേശയിലേക്ക് കൊണ്ടുവരാനുള്ള മുൻ ശ്രമങ്ങൾ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ട്രംപ് ഈ അന്ത്യശാസനം പുറപ്പെടുവിച്ചത്. നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഈ ഭീഷണി ഉയർന്നു വന്നത്. സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ വ്ളാഡിമിർ പുടിന് മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കാനാണ് ട്രംപിന്റെ ഈ നീക്കം ലക്ഷ്യമിടുന്നത്. ഇതിനു പുറമെ യുക്രൈന് പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള പുതിയ ആയുധ പാക്കേജും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇതിന്റെ ചിലവ് നാറ്റോ സഖ്യകക്ഷികൾ വഹിക്കുമെന്നും വ്യക്തമാക്കി. മാസങ്ങൾക്ക് മുൻപ് നാറ്റോയെ കാലഹരണപ്പെട്ടത് എന്ന് വിശേഷിപ്പിച്ച അതേ ട്രംപ് തന്നെയാണ് ഇപ്പോൾ നാറ്റോയെ ചേർത്ത് പിടിച്ചിട്ടുള്ളത് എന്നതും അദ്ദേഹത്തിന്റെ നിലപാടുകളിലെ സ്ഥിരതയില്ലായ്മയ്ക്ക് അടിവരയിടുന്നുണ്ട്. ആടിയുലയുന്ന അമേരിക്കൻ കാലാവസ്ഥ പോലെ ട്രംപിന്റെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും നിലപാടുകൾക്കും സ്ഥിരതയില്ലെന്ന് ഇതിനപ്പുറം വ്യക്തമാക്കാനില്ല.